ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത്. പുതിയതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ പുതിയ പുതിയ കുട്ടികൾക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ മോര് കാച്ചുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം. ഞാനൊരു നോർത്ത് ഇന്ത്യൻ മോര് ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ തേങ്ങ അരച്ചിട്ടാണ്, പക്ഷെ ഞാൻ തേങ്ങ അരക്കുന്നില്ല. തേങ്ങ അരക്കാണ്ടുള്ള മോര് കറി. അതിന് വെണ്ടക്ക മോര് കറിയാണ് ഞാൻ ആക്കുന്നത്. വെണ്ടക്ക എടുത്തിട്ടുണ്ട് കുറച്ച്, ഒരു 4 പച്ചമുളക്, വറ്റൽ മുളക് ഒരു 5 എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കരിയാമ്പില, ഒരു ചെറിയ തക്കാളി, ഉള്ളി, പിന്നെ 1/2 ലിറ്റർ തൈരുന്ന് അതിൻ്റെ നേരെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം, ഉലുവ, കടുക്, പിന്നെ കായം. അങ്ങനെ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ മോര് കറി ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം കട്ടാക്കി. കരിയാമ്പലുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വറ്റൽമുളകുണ്ട്, വെണ്ടയ്ക്കുണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളി, കായം, തൈര്, പിന്നെ ബാക്കിയുള്ള സാധനമെല്ലാം ഇടുമ്പോൾ കാണിക്കും. പിന്നെ തൈര് ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കി കളയുക. നല്ല കട്ട തൈരാണ്, നല്ല കുറച്ച് വെള്ളം കൂട്ടി നല്ല ഇതായിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ മോര് കറീൻ്റെ എല്ലാം റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ഇത് കുറച്ച് എണ്ണ, കുറച്ച് എണ്ണ ഇട്ട് അത് ചൂടായാൽ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. एकदम സ്ലോ ഇതിൽ വെക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ടൊന്നും വെക്കാൻ പറ്റില്ല, കൂടുതൽ തീയായിട്ട് വെക്കാൻ പറ്റില്ല. ഒരു ഇതായി. ഇനി നമുക്ക് കരിയാപ്പില, പച്ചമുളക്, ഉള്ളി ഇതൊന്ന് വറക്കാം. വേഗം ഒരു 5-10 മിനിറ്റ് കൊണ്ടുണ്ടാകുന്ന നല്ല മോര് കറിയാണ്. വെണ്ടയ്ക്ക് എല്ലാം ഒന്ന് വാടി വരണം, അതിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് 1 സ്പൂണ് ഉപ്പിട്ട്. നമുക്ക് തുറന്ന് നോക്കാം. വെണ്ടക്ക കുറച്ചൊന്ന് ഒതുങ്ങാനാണ് ഞാൻ മൂടി വെച്ചത്. വെണ്ടയ്ക്കയിൽ നിന്ന് ഒതുങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടക്ക വേറെ തന്നെ ശേഷം എണ്ണയിൽ വാട്ടിയിട്ട് ഇടാം. ഓരോരുത്തരുടെ സൗകര്യം പോലെയാണ്. ഇനി ആവശ്യത്തിന് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെല്ലാം വാടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മോര് കറി ഇട്ട് കൊടുക്കാം. മോര് കറി ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ചെറുങ്ങനെ പാടുള്ളൂ. മോരിട്ട് കൊടുക്കാം.
ഈ മോര് കറീൻ്റെ മേലെ ഒരു ചെറുങ്ങനെ ഒരു പൊക്കിള പോലെ വരുന്ന കാണുമ്പോൾ മോര് കറി ഇറക്കി അപ്പാട് വെക്കണം. തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ മോര് കറി എല്ലാം കൂടി വെള്ളം കറിയാവും. പിന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ഈ കുട്ടികൾ കീറിയ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഒരു 3-4 പൊക്കിളിങ്ങനെ പൊന്തി വരുന്ന പോലെ എല്ലാവരുടെയും കാണുമ്പോൾ മോര് ഇറക്കി വെക്കുക. ചൂടായാൽ മാത്രം മതി. അങ്ങനെ മോര് കറി റെഡിയായി. ഇന്ന് അത് വരേണ്ട ഒരു സമയമേ ഉള്ളൂ. ഇളക്കി കൊടുക്കുക. പതക്കാൻ വിടറും. പതിച്ച് കഴിഞ്ഞാൽ പിന്നെ മോര് കറി ഒന്നിനും കൊള്ളൂല. വളരെ സ്ലോ ഇതിലേ വെക്കാൻ പാടുള്ളൂ. ഈ ഇങ്ങനെ മോര് കറീൻ്റെ അകത്ത് ഇറക്കി വെക്കാനായി. അപ്പോൾ മോര് കറീൻ്റെ അകത്ത് ഒന്നും കൂടി ഒരു സ്വല്പം കായും കൂടി ഒരു ശകലം കായ ഇട്ട് കൊടുക്കാം. കായ ഇടാത്ത ചിലയൊക്കെ കായത്തിനോട് ഓരോരുത്തർ ഇഷ്ടം പോലെ ഇങ്ങനെ മോര് കറി നല്ല പെട്ടെന്ന് തയ്യാറാക്കുക. ഒരു 5-10 മിനിറ്റ് കൊണ്ട് മോര് കറി റെഡിയാക്കാം. പണ്ടൊക്കെ ഇട്ട് കൊടുത്ത് കാണാനൊരു ഇതിന് നല്ലൊരു ഇതാണ്. ചിലർക്ക് കുമ്പളങ്ങി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെയാണ്. അങ്ങനെ മോര് കറി റെഡിയായി. നമ്മളെ മോര് കറി റെഡിയായി. സൂപ്പറാണ്. കാണാനുള്ള സൂപ്പറായിട്ടുണ്ട്. നമുക്കൊരു ഉപ്പ് നോക്കാം. ഉപ്പെല്ലാം സൂപ്പെല്ലാം കണക്കും അതൊക്കെയല്ല. നമ്മളെ മോര് കറി റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാത്രം എടുത്തിട്ട് മറ്റേ എഴുതണേ. ഇഷ്ടപ്പെട്ട ആളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിന് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും കാണാം. നല്ല പുതിയ റെസിപ്പി ഒരുപാടുണ്ട്. നിങ്ങൾ തീർച്ചയായും എൻ്റെ കുക്കിംഗ് കാണണം. എല്ലാവർക്കും പ്രയോജനപ്പെടും. പെട്ടെന്ന് കറികൾ ഉണ്ടാക്കുന്ന പലവിധ ടിപ്പും ഉണ്ട്. അപ്പോൾ ഇന്നും അടുത്ത കുക്കിംഗ് ആയിട്ട് കാണാം. ഓക്കെ.